CPIM ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം.എ. ബേബിക്ക് സ്വരലയ സൗഹൃദ കൂട്ടായ്മ സ്വീകരണമൊരുക്കി. രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം എം.എ. ബേബിയുടെ സാംസ്കാരിക സഹൃദയത്വം അനാവരണം ചെയ്യുന്നതായിരുന്നു കൂട്ടായ്മ. കൂട്ടായ്മയിലെത്തിയവർ പുതിയ CPIM ജനറൽ സെക്രട്ടറിയുടെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതം ഓർത്തെടുത്തു. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തക കൂട്ടായ്മയാണ് സ്വരലയ. സ്വരലയുടെ തുടക്കം മുതൽ ഇപ്പോഴും തുടരുന്ന യാത്രയിൽ സ്ഥാപകരിൽ ഒരാളും ഒപ്പം നടക്കുന്ന ആളുമാണ് CPIMന്റെ പുതിയ ജനറൽ സെക്രട്ടറി എം.എ. ബേബി. ആദരവ് നൽകുന്നതിനപ്പുറം വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തിയതിന്റെ സന്തോഷം പങ്കിടാനാണ് സാംസ്കാരിക സഹയാത്രികർ എം.എ. ബേബിക്കൊപ്പം ഒത്തുചേർന്നത്. കൊച്ചുമക്കൾക്കും ഭാര്യ ബെറ്റി ലൂയിസ് ബേബിക്കുമൊപ്പമാണ് തന്റെ സൗഹൃദ വലയത്തിനിടയിലേക്ക് എം.എ. ബേബി എത്തിയത്. എം.എ. ബേബി എന്ന CPIM ജനറൽ സെക്രട്ടറിയെ സരസ്വത് സമ്മാൻ ജേതാവ് കൂടിയായ കവി പ്രഭാവർമ്മ ഇങ്ങനെ ഓർത്തെടുത്തു. സെമിനാർ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, അതിലേക്ക് ഒരാളെ അയക്കണം CPIMനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ എം.എ. ബേബിയുടെ ഉണ്ടാവും. ബേബിയെ ക്ഷണിച്ചാൽ മതി എന്ന് പറയുന്നു. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഒരു പക്ഷേ തൻ്റെ പിൻഗാമിയായി CPIMനെ നയിക്കേണ്ടത് എം.എ. ബേബിയാണ് എന്ന് ഏതാണ്ട് ഒരു പ്രൊഫറ്റിക് സ്വഭാവത്തോടെ പ്രവചനാത്മകമായ മനോഭാവത്തോടു കൂടി അന്ന് കണ്ടിട്ടുണ്ടായിരിക്കണം. പതിവിന് വ്യത്യസ്തമായി സാംസ്കാരിക യാത്രയിൽ ഒപ്പം നടക്കുന്നവരുടെ കയ്യൊപ്പ് ചാർത്തിയ ഉപഹാരമാണ് സ്വരലയ എം.എ. ബേബിക്ക് സമർപ്പിച്ചത്. തനിക്കൊരുക്കിയ സൗഹൃദ വിരുന്നിന് കൂട്ടായ്മയിൽ ഒരാളായി CPIM ജനറൽ സെക്രട്ടറി സന്തോഷം പങ്കുവച്ചു. സ്വരലയ എന്നുള്ള പേരിടുന്നത് ഞങ്ങൾ പ്രഭാവർമ്മയും ലീലാവും ശരിയൊക്കെ കൂടെയാണ്. മറ്റേ നമ്മുടെ ഉണ്ണികൃഷ്ണനെ, നവനീത് ഉണ്ണികൃഷ്ണനെ ആദരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേറ്റന്റ് ത്യാഗരാജസ്വാമികൾക്കാണ്. എന്തൊരു മഹാനുഭാവുലു എന്ന കീർത്തനത്തിലെ ഒരു പ്രയോഗമാണ് സ്വരലയ എന്നുള്ളത്. അത് ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്ത് അത് തന്നെയാണ് പറ്റിയ പേരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനിച്ചതൊക്കെ അടങ്ങുന്ന ഒരുപാട് ഓർമ്മകൾ സ്വരലയയുടെ പ്രവർത്തനത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ഗുലാമലി, ബോംബെയിലേക്കോ ഇന്ത്യയിലേക്കോ കടക്കാൻ ഗുലാമലി അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ONV സാറ് സജീവമായി മുമ്പ് നിന്നുകൊണ്ടാണ് ഗുലാമലി ഇവിടെ മാത്രമല്ല നമ്മൾ കൊണ്ടുവന്ന് കോഴിക്കോടും 2 പരിപാടി നമ്മൾ ഒരേ സമയം സംഘടിപ്പിച്ചു. കമ്മ്യൂണിസം പരാജയപ്പെടില്ലെന്നും തിരിച്ചുവരവ് അനിവാര്യമെന്നും ഉറപ്പിക്കുന്നു എം.എ. ബേബി. ഏത് ഈരടി ചൊല്ലി നിർത്തേണ്ടു എന്നറിയാതെ ഞാൻ എന്തിനോ കാതോർത്തു നിൽക്കവേ, നിശബ്ദരാക്കപ്പെടുന്ന മനുഷ്യർതൻ ശബ്ദങ്ങളെങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു. നമ്മൾ ജയിക്കും, ജയിക്കും ഒരു ദിനം, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൂമി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.